ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പോൾ നമ്മൾ എവല്യൂഷൻ്റെ ഒരു ഭാഗം, ഒരു എസ്സേ, ഇമ്പോർട്ടൻ്റ് എസ്സേ നമുക്ക് നോക്കാം. എവല്യൂഷൻ ഓഫ് ഹോസ് എവല്യൂഷൻ. എവല്യൂഷൻ, മൈക്രോ എവല്യൂഷൻ, മാക്രോ എവല്യൂഷൻ ആൻഡ് മെഗാ എവല്യൂഷൻ. മൈക്രോ ആൻഡ് മാക്രോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. വാട്ട് ഈസ് മൈക്രോ എവല്യൂഷൻ, മാക്രോ എവല്യൂഷൻ. അതുപോലെ മെഗാ എവല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഈ മൂന്ന് ഇതിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മച്ച് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ചേഞ്ചസ് അക്യുമുലേറ്റിംഗ് ആൻഡ് വാട്ട് ആ ചേഞ്ചസ് മൂലം ഉണ്ടായി വരുന്ന ഗ്രൂപ്പ്, ഒരു സ്പീഷീസ് ആണോ, അത് സ്പീഷീസിനുള്ളിൽ കുഞ്ഞ് സബ് സ്പീഷീസ്, ക്ലൈൻ, ഡീം, ഇങ്ങനെ എന്താണ് ഉണ്ടായി വരുന്നത്, അതൊരു മൊത്തം ഫൈലം തന്നെയാണോ ഉണ്ടായി വരുന്നത്, ഒരു ഓർഡറാണോ ഉണ്ടായി വരുന്നത്, അതോ ഒരു കിങ്ഡം തന്നെയാണ് ഉണ്ടായി വരുന്നത്. ഇതൊക്കെ അനുസരിച്ച് വേണം ഇത് മൈക്രോ മാക്രോ മെഗാ ഏത് കാറ്റഗറിയിലാണ് വന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം എവല്യൂഷൻ ഓഫ് ഹോസ് എന്ന് പറയുന്ന ഇറ്റ് വുഡ് കം അണ്ടർ മാക്രോ എവല്യൂഷൻ. അത്യാവശ്യം നല്ല വ്യത്യാസങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആൻസിസ്ട്രൽ സ്പീഷീസ് ഓഫ് ഹോസിൽ നിന്ന് പ്രസൻറ്റ് ഡേ ഹോസ് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ടു അഡാപ്റ്റ് ടു ദിയർ പെർട്ടിക്കുലർ മോഡ് ഓഫ് ലൈഫ്. അപ്പം ഹോസ് എന്ന് പറയുന്നത് പെരിസോഡാക്ടൈല എന്ന് പറഞ്ഞ മമേലിയൻ ഓർഡറിൽ കാണുന്ന ഒരു ജീവിയാണ്. ഇക്വിസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇതിന് 34 ജനറ സിൻസ് ഇറ്റ്സ് ഒറിജിൻ ഇയോസിൻ പീരീഡിൽ ഇക്വിസ് എന്ന ഒരു പർട്ടിക്കുലർ ജീനസ് ഉണ്ടായതിന് ശേഷം 34 ജനറ അതിന് ശേഷം ഉണ്ടായി വന്നിട്ടുണ്ട്. അത്രയും ഒരു ചേഞ്ചസ് വന്നേക്കുന്ന ഒരു ജീവി കൂടിയാണ് ഹോസ് എന്ന് പറയുന്നത്. സോ ഇൻ വാട്ട് ഓൾ റെസ്പെക്ട്സ് ഹാവ് ദിസ് ചേഞ്ചസ് ഹാപ്പൻഡ്? അവരുടെ സ്വിഫ്റ്റ് റണ്ണിങ്ങിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടത്തക്ക രീതിയിൽ അവരുടെ ലിംസ് മോഡിഫൈഡ് ആയിട്ടുണ്ട്. അതുപോലെ അവരുടെ ഗ്രേസിങ് മോഡ് ഓഫ് ലൈഫ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വിധത്തിൽ അവരുടെ ഡെൻറ്റീഷനും മൗത്തിൻ്റെ അവിടുത്തെ അതിൻ്റെ ഷേപ്പും ജോസിൻ്റെ ഷേപ്പും ഒക്കെ അതനുസരിച്ച് മാറി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗ്രാസ് ദേ പ്രിഫർ ഹാഷ് ഗ്രാഫ്, സോഫ്റ്റായിട്ടുള്ള പുല്ലല്ല, ഹാഷ് ഗ്രാസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അഗൈൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പല ഡെൻറ്റീഷൻ ഉണ്ടായി വന്നിട്ട് ഇതൊക്കെയാണ് മേജർ അഡാപ്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് അതിൽ ഉണ്ടായി വന്നേക്കുന്നത്. നൗ ഇഫ് യു ലുക്കിംഗ് അറ്റ് ദ എവല്യൂഷണറി ട്രെൻഡ് ഇൻ ഹോസ് എവല്യൂഷൻ, എന്തൊക്കെയാണ് പെർട്ടിക്കുലർലി ഏതൊക്കെ പാർട്സിനാണ് മാറ്റങ്ങൾ വന്നേക്കണേന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ഏതൊക്കെ പോയിൻറ്റ്സ് നമ്മൾ നോക്കിയാൽ എവിടെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് ഹോസ് എവല്യൂഷൻ നോക്കിയാൽ നമുക്കൊരു 12-13 പോയിൻറ്റ്സ് നമുക്കതിൽ ജോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. സൈസ്, വളരെ കുഞ്ഞൊരു ഡോഗിൻ്റെ സൈസ് ഉണ്ടായിരുന്ന ആൻസിസ്ട്രൽ ഫോമിൽ നിന്ന് ഇപ്പോഴത്തെ സൈസിലേക്ക് അത് പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ചെയ്തു വന്നു. പിന്നെ അംഗ്ലിഗ്രേഡ് ഗേറ്റിലൊരു മാറ്റം. ഗേറ്റ് എന്താണെന്ന് വി വിൽ ബി ഡിസ്കസിങ് വാട്ട് ഈസ് ഗേറ്റ്. ഓക്കെ, പ്ലാന്റിഫോം ഗേറ്റ് ആണ് അംഗ്ലി ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തതാ. അതായത് കുളമ്പുള്ള ജീവിയാണ് അല്ലേ. അപ്പം ഹൂഫിലാണത് നിൽക്കുന്നത്, നേരെ സോളിലല്ലല്ലോ നിൽക്കുന്നത്, നേരെ സോളിൽ നിൽക്കുന്ന ജീവികൾ. ഇപ്പം മനുഷ്യരൊക്കെ ആണെങ്കിൽ നേരെ കാൽപാദം വെച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലാന്റിഗ്രേഡ് ഗേറ്റ് എന്ന് പറയും. ഇവരൊക്കെ അംഗുലിഗ്രേഡ് ഗേറ്റ് ആണ്, അത് ഹൂഫ്ഡ് ആയതുകൊണ്ട് ഹൂഫിലാണ് നിൽക്കുന്നത്. അതാണ് അംഗുലിഗ്രേഡ് ഗേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അംഗുലിഗ്രേഡ് ഗേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ലിംസ്, അപ്പോൾ ഒരു ഡോഗിൻ്റെ സൈസേ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ലിംസും അതനുസരിച്ച് ഷോർട്ടായിരുന്നു, ലിംസ് ലെങ്തൻഡ് ആയത്. പിന്നെ ടോസിൻ്റെ റിഡക്ഷൻ, ടോയിൻ്റെ നമ്പറിൻ്റെ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സ്റ്റിഫനിങ്, ലെങ്തൻഡായി കുറച്ചുകൂടെ സ്റ്റിഫൻഡായി മാറുന്നുണ്ട്. പ്രീ മൊളാർസും മോളറൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ഹിപ്സോഡോണ്ട് ഡെൻറ്റീഷനായി മാറിയിട്ടുണ്ട്.
അതൊക്കെ വിൽ ബി ഡിസ്കസിങ്. ദെൻ പ്രീ ഓർബിറ്റൽ റീജിയൻ, പ്രീ ഓർബിറ്റൽ ഈ ഭാഗം ലെങ്തനിങ് ഓഫ് ദ പ്രീ ഓർബിറ്റൽ റീജിയൻ. ദെൻ ക്രൗണ്ട് കുറച്ചുകൂടെ ഹാഷായിട്ടുള്ള പുല്ല് ഇത് തിന്നണേന്ന് പറഞ്ഞു അല്ലേ. അപ്പം ക്രൗൺ ഇച്ചിരി പല്ലിൻ്റെ ക്രൗൺ ഇല്ലേ വൈറ്റ് ഭാഗം, ക്രൗൺ ഇച്ചിരി ഇങ്ങനെ ലോങ് ക്രൗണുള്ള ടീത്തായിരിക്കും ഹാഷ് ഗ്രാസ് തിന്നാനായിട്ട് സൗകര്യം. അപ്പം അങ്ങനെയുള്ള ടീത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ അതനുസരിച്ച് വായിൽ സ്പേസ് ഉണ്ടാവണം. അപ്പം കുറച്ചുകൂടെ അത് അക്കോമഡേറ്റ് ചെയ്യണം, അത്തരത്തിലുള്ള പല്ല് അക്കോമഡേറ്റ് ചെയ്യാൻ വിധത്തിൽ സ്കള്ള് അതനുസരിച്ച് ഒരു മോഡിഫിക്കേഷൻ, ഫ്രണ്ട് പാർട്ട് ഓഫ് ദ സ്കള്ളിൽ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് ബ്രെയിൻ കൂടി വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ. നെക്ക് ഭാഗം അതും ഇലോങ്ങേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മേജർ ചേഞ്ചസ്. ഇനി അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യണം എസ്സേ എഴുതുമ്പോഴത്തേക്കും. നമ്മൾ ഹോഴ്സ് എവല്യൂഷൻ പറയുമ്പോഴത്തേക്ക് ഓരോ കാലഘട്ടത്തിലുള്ള മെയിൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഹോഴ്സസിൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള 1-2 ഫോം ഓഫ് ഹോഴ്സസിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് നമ്മൾ ഈ എസ്സേയിൽ എടുത്ത് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ എടുത്ത് പറയുന്ന 6-7 മൊത്തത്തിൽ 6-7 ഫോംസ് അല്ലാണ്ട് ഇഷ്ടം പോലെ ഇൻ്റർമീഡിയറ്റ് ഫോംസ് ഉണ്ടായി വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. പ്രസൻറ്റ് ഹോഴ്സും ആദ്യത്തെ ഹോഴ്സും അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ ഇൻ്റർമീഡിയറ്റ് ഫോംസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ഫോംസ് മാത്രമാണ് പഠിക്കാനായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് വൺ, ഇയോസീൻ ഹോഴ്സസ്. ഇയോസീൻ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഹോഴ്സസ് മൂന്ന് ഹോഴ്സുകളെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഇയോഹിപ്പസ് അഥവാ ഹൈറോക്കത്തീരിയം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് യു ക്യാൻ പോയിൻറ്റ്സ് ആയിട്ട് തന്നെ എഴുതിയേക്കണം, നിങ്ങൾക്കത് മനസ്സിലാവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ പോയിൻറ്റ്സ് എല്ലാം എഴുതുകയും വേണം. ഇയോഹിപ്പസ് ആ ഹോഴ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ഹാവിങ് ദ സൈസ് ഓഫ് എ ഡോഗ്. ഓക്കെ. പിന്നെ ഇത് സോഫ്റ്റ് പുല്ലാണ്, ഹാഷ് പുല്ലല്ല സോഫ്റ്റ് പുല്ലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും എൻ്റെ പല്ല് വലിയ ക്രൗൺ ആയിരിക്കില്ല, ഈ പല്ലിൻ്റെ ക്രൗൺ ഹൈ ക്രൗൺ അല്ല. അപ്പോൾ അതനുസരിച്ച് എൻ്റെ മൗത്തിൻ്റെ ഭാഗം ഇപ്പോഴത്തെ ഹോഴ്സിൻ്റെ ഒരു രീതി ആയിരിക്കില്ല. പ്രീ ഓർബിറ്റൽ റീജിയൻ്റെ ഈ ഭാഗമൊന്നും ഇലോങ്ങേറ്റഡ് ആയിട്ടുണ്ടാവത്തില്ല. ദെൻ പിന്നെ ഒരു സ്പ്രിങ്ങിങ് മെക്കാനിസം, ഫുട്ടിൻ്റെ അവിടെ ഒരു സ്പ്രിങ്ങിങ് മെക്കാനിസം, ഇപ്പോഴത്തെ ഹോഴ്സിനാണെങ്കിൽ ഒരു സ്പ്രിങ്ങിങ് അതുകൊണ്ടാണ് അതിന് പെട്ടെന്ന് കുതിച്ച് ഓടാൻ പറ്റുന്നത്. ഫുട്ടിൻ്റെ അവിടെ ഒരു സ്പ്രിങ്ങിങ് മെക്കാനിസം, ഒരു പാഡിങ് ഉള്ളത് കൊണ്ടാണ് അതിനത് പറ്റുന്നത്. പക്ഷേ അന്നത്തെ ഹോഴ്സ് ഡോഗ് ലൈക്ക് ഹോഴ്സിനത് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഫോം ഓഫ് ഹോഴ്സ് ഇയോസിൻ കാലഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നത് ഓരോഹിപ്പസ്. അതിൻ്റെ പ്രത്യേകതകൾ ഇതിലൊക്കെ പ്രത്യേകിച്ച് ഓരോ ഹോഴ്സും പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിജിറ്റ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ലിംസിലുള്ള വിരലുകൾ, ടോസ്, കയ്യും കാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ലിംസ്, 4 ലിംസും ഹൈ ലിംസിലുമുള്ള ടോസിലുള്ള വ്യത്യാസങ്ങൾ ആണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. തേർഡ് ടൈപ്പ് ഓഫ് ഹോഴ്സ്, ആ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഹോഴ്സ് എപ്പിഹിപ്പസ് ഹോഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഇനി ഓവർ ടു ദ നെക്സ്റ്റ് പീരിയഡ്, ഒലിഗോസീൻ ഹോഴ്സസ്. ഒലിഗോസീൻ ഹോഴ്സിലെ ഫസ്റ്റ് ഹോഴ്സ് മീസോഹിപ്പസ്. ദെൻ വി മൂവ് ഓൺ ടു ദ മിയോഹിപ്പസ് ഹോഴ്സ്. അത് രണ്ടുമാണ് ഒലിഗോസീൻ ഹോഴ്സസിലുള്ളത്. ദെൻ മിയോസീൻ കാലഘട്ടത്തിലുള്ള പാരാഹിപ്പസും മെറിഹിപ്പസും ആണ് മിയോസീൻ കാലഘട്ടത്തിലുള്ള 2 ഹോഴ്സുകൾ. പ്ലിയോസീൻ കാലഘട്ടത്തിലുള്ള പ്ലിയോഹിപ്പസ്, പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലുള്ള ഫൈനൽ ഹോഴ്സായ ഇക്വസ്. അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഹോഴ്സ്. ഇറ്റ് ഇസ് മോർലെസ് ആ പ്ലിയോസീൻ കാലഘട്ടത്തിലെ ഹോഴ്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ചസ് ആണ് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസ്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത ആ 12 പോയിൻറ്റ്സ് ബേസ് ചെയ്താണ് ചേഞ്ചസ് നമ്മൾ പറയുന്നത്. ഓക്കെ.
ഇനി നേരത്തെ പറഞ്ഞു മൈക്രോ, മാക്രോ ആൻഡ് മെഗാ എവല്യൂഷൻ, അങ്ങനെ 3 ആയിട്ടാണ് എവല്യൂഷൻ്റെ ആ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് എത്രത്തോളം എവല്യൂഷൻ നടക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്നത് 3 ആയിട്ടാണ് പറയുന്നത്. ദെൻ വി ഹാഡ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഗ്രാജുവലിസം ആൻഡ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ദെൻ 2 ടേംസ് നമുക്ക് നോക്കാനുള്ളത് ഓർത്തോജെനസിസ് ആൻഡ് ഓർത്തോ സെലക്ഷൻ. ഓർത്തോജെനസിസ് ആൻഡ് ഓർത്തോ സെലക്ഷൻ. ഓർത്തോജെനസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ എവല്യൂഷൻ ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ് ഓർത്തോജെനസിസ് എന്ന് പറയുന്നത്. ഓർത്തോജെനസിസ് എവല്യൂഷൻ ഓക്കറിങ് ഇൻ വൺ ആഫ്റ്റർ ദി അതർ, ഓക്കറിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അവിടെയും കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് നോട്ട്സിൽ അതിൻ്റെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ആ ടേം യൂസ് ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് ആ ടേം യൂസ് ചെയ്തേക്കുന്ന പേഴ്സൺ ആരാണ്? ഐമർ, തിയോഡർ ഐമർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ എവല്യൂഷൻ നെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. അതിൻ്റെ കോസസ് പറയുന്നുണ്ട്. എന്താണ്? എൻവയൺമെൻറ്റ്, ദ ക്ലൈമറ്റ്, ന്യൂട്രിഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡ്രൈവിംഗ് ഫോഴ്സസ്, ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് ദി ഓർഗൻസ്, ഇതെല്ലാം കോസസ് ഓഫ് ഓർത്തോജെനസിസ് ആയിട്ട് പറയാവുന്ന. പിന്നെ വെൽ നോൺ എക്സാമ്പിൾസ് ഓഫ് ഓർത്തോജെനസിസ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഹോസിൻ്റെ എവല്യൂഷനും അവിടെ പറയുന്നുണ്ട്. ബോഡി സൈസിൻ കൂടി വന്നത്, സ്പെഷ്യലൈസേഷൻ ഓഫ് ടീത്ത്, റൈനോസസിൻ്റെ ഹോണിൻ്റെ ലെങ്ത്ത് കൂടിയത്, ഇതെല്ലാം ഈ സ്ട്രെയിറ്റ് ലൈൻ എവല്യൂഷനിലെ ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്തുള്ള എവല്യൂഷനാണ് ഈ പറഞ്ഞതെല്ലാം സംഭവിക്കുന്നത്. ഇനി ഓർത്തോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തോ സെലക്ഷൻ ഒന്നുമല്ല, ഓർത്തോജെനസിസിനെ ഫേവർ ചെയ്യുന്ന സെലക്ഷനാണ് ഓർത്തോ സെലക്ഷൻ. എൻവയൺമെൻറ്റ് ഫേവർ ചെയ്യുന്ന അത്രയും സമയം മാത്രമേ ഓർത്തോ സെലക്ഷൻ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓർത്തോജെനസിസിൻ്റെ പ്രത്യേകത എന്താ? അതൊരു പ്രീ ഡിസ്റ്റൈൻ, ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്, എങ്ങോട്ടെങ്കിലും നീങ്ങുമല്ല, അല്ലേ? യൂഷ്വലി എവല്യൂഷൻ ഇറ്റ് ക്യാൻ ഹാപ്പൻ, ചേഞ്ചസ് ക്യാൻ ഹാപ്പൻ ഇൻ എനി ഡയറക്ഷൻ. മുന്നോട്ട് പോകുന്ന പ്രോഗ്രസീവ് ആകാം, ഡിഗ്രസീവ് പുറകോട്ടുള്ള ചേഞ്ചസ് ആകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാത്ത വിധത്തിലുള്ള ചേഞ്ചസ്. ഓക്കെ, ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന് പുറമേ കാണാൻ പറ്റത്തില്ലാത്ത ടൈപ്പ് ഓഫ് ന്യൂട്രൽ കാറ്റഗറിയിൽ വരുന്ന ചേഞ്ചസ് ആകാം. പക്ഷേ ഈ ഓർത്തോജെനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഡിസ്റ്റൈൻ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഗോൾ. അപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത്. അതിനെ ഫേവർ ചെയ്യുന്ന സെലക്ഷനാണ് ഓർത്തോ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ വേഗം പറഞ്ഞു വിട്ടു, പക്ഷേ ഹോസിൻ്റെ എസ്സേയിൽ ഞാൻ ഇന്ന് പറഞ്ഞ മെയിൻ പോയിൻറ്റ്സ് എല്ലാം വരണം. ഹോസ് ഹോസിൻ്റെ മെയിൻ അഡാപ്റ്റേഷൻ, ഇപ്പോൾ ഉള്ള ഹോസിൻ്റെ അഡാപ്റ്റീവ് പെക്യുലാരിറ്റീസ് തൊട്ട് എവല്യൂഷണറി ട്രെൻഡ് ആയിട്ട് മെൻഷൻ ചെയ്ത 12 പോയിൻ്റ്, പിന്നെ ഓരോ കാലഘട്ടത്തിലുള്ള മെൻഷൻ ചെയ്തേക്കുന്ന ഹോസസിൻ്റെ പ്രത്യേകതകളും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഹോസിൻ്റെ എവല്യൂഷൻ എന്ന എസ്സേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.